ഈ ഇമ്മ എത്ര നേരായി ഭക്ഷണം കഴിക്കാതിരുന്നത്. ഒന്ന് പോയോക്കട്ടെ. ഈ പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളോടത്ത് എന്തെങ്കിലുമൊക്കെ വാരി വെച്ച് തിന്നുങ്ങാണ്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇരുന്ന് തിന്നാണില്ല ഞങ്ങൾ ഏതു നേരം. അല്ല മോളെ, എനിക്ക് വൈക്കണേന് തിന്നണ്ടേ? എനിക്ക് ഷുഗറും പ്രഷറിന്റെ ചെടിക്ക് തിന്നാതിരിക്കാൻ പറ്റുമോ? ഇജ്ജ് എന്ത് വർത്താനം ഈ പറഞ്ഞത്? മതി നിങ്ങള് തിന്നത്. നിങ്ങൾ ഇങ്ങനെ വാരി വലിച്ച് തിന്നിട്ട് അതും ഇതും പ്രഷറും ഷുഗറൊക്കെ കൂടിയിട്ട് എന്റെ കാക്കാനല്ലേ പൈസ മുടക്കണത്. ഇനി മതി നിങ്ങൾ തിന്നത്. എനിക്ക് വൈകിട്ട് വയ്യട്ടാ, ഇങ്ങോട്ട് കാട്ട്. ഞാൻ ചെയ്യേണ്ടത്? എന്റെ മോളെ മരത്തെ പോകുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്തിനാണ് എന്റെ മോനെ ഞാൻ പ്രസവിച്ച് വളർത്തി? ഒരു നേരത്തെ ഭക്ഷണമൊക്കെ കിട്ടാൻ എന്നെ പഠിച്ചു പോലെ ഞാൻ എന്താ ചെയ്യാറൊപ്പേര? ഇതിനാണ് മക്കളെ നമ്മൾ വളർത്തി മനസ്സിലാക്കണം. അല്ലമ്മ, ഉമ്മ എന്തിനാ കരയണത്? ഭക്ഷണം കഴിക്കുമ്പോ അത് വാങ്ങിക്കൊണ്ടിരിക്കണം. എനിക്ക് വിശന്നിട്ട് വയ്യട മോനെ. ഷുഗർ ഉണ്ടെങ്കിച്ചിട്ട് എനിക്ക് തിന്നാതിരിക്കാൻ പറ്റുമോ? പ്രഷറും ഷുഗറൊക്കെ അപ്പൊ ആർക്കാ ഇല്ലാത്തത്? ഉമ്മ പോയിട്ട് കൊണ്ടുവരാൻ പറയണ മോളോട്. ഓള് പറഞ്ഞതിൽ ഇപ്പൊ എന്താ തെറ്റുള്ളത്? നിങ്ങളോട് ഭക്ഷണം നിയന്ത്രിക്കാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കിട്ടിയതൊക്കെ വാരി വെച്ചത്. ഇതൊക്കെ ലാസ്റ്റ് ഞങ്ങൾ തന്നെയല്ലേ അനുഭവിക്കേണ്ടത്? ഈ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചില്ലറ പൈസ ചെലവാവുക. അപ്പൊ ഓള് ചെയ്ത് തന്നെ ശരി. നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ മക്കളെ വളർത്തി വലുതാക്കി നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുന്നതാണ്. ഒരു നേരം പെണ്ണ് കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പെണ്ണുങ്ങളെ വാക്കാണ് ഈ ചെക്കന്മാര് കേൾക്കുന്നത്. റബ്ബേ, ഒരു ഉമ്മാക്കും ഇങ്ങനെ വരുത്തരുതല്ല. എനിക്ക് വിശന്നിട്ട് പോയി എന്റെ കുട്ടീനെ പറഞ്ഞിട്ട് ഓനും കേൾക്കണില്ലല്ലോ. ഞാൻ ആരോടാ ഞാൻ പറയാൻ പറ്റുമോ? എനിക്ക് സഹിക്കാൻ പറ്റില്ല. അമ്മയുള്ള കാലം എനിക്ക് മരിക്കാൻ പേടിയാണ്. അമ്മയുടെ കാലം കഴിഞ്ഞാൽ ജീവിക്കാനും. ജീവിതത്തിൽ ശൂന്യത എന്താണെന്ന് അനുഭവിച്ചറിയണമെങ്കിൽ അമ്മയില്ലാത്ത വീട്ടിലേക്ക് കയറി ചെല്ലണം. അമ്മ ഉറങ്ങുന്നത് കണ്ടിട്ടില്ല ഇതുവരെ. അമ്മ ഉണരുന്നതും, ആദ്യം ഉണരുന്നതും ഒടുവിൽ ഉറങ്ങുന്നതും അമ്മയായിരുന്നു. ഒരു യുഗം കൊണ്ടുപോലും നിർവചിക്കാൻ കഴിയാത്ത സ്നേഹത്തിന്റെ ആദ്യത്തേതും അവസാനത്തേതുമായ വാക്കാണ് അമ്മ. ഒരുപക്ഷെ ദൈവത്തിന് എല്ലായിടത്തും എല്ലായ്പ്പോഴും ഓടിയെത്താൻ കഴിയാത്തത് കൊണ്ടായിരിക്കും അമ്മയെ സൃഷ്ടിച്ചത്.